ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യ ഒന്നാകെ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ യുദ്ധഭീതിയിലാണ് അറബ് രാജ്യങ്ങളും. ഇറാൻ ഇസ്രായേൽ പോര് യുദ്ധത്തിന്റെ വക്കോളം എത്തി നിൽക്കുമ്പോൾ വിപണിയും തൊഴിൽ മേഖലയും തകരുമെന്ന ഭീതിയിലാണ്. അതുകൂടാതെ ഏറ്റുമുട്ടൽ കനത്ത ദുരന്തത്തിലേക്ക് എത്തുമെന്ന ഭീതിയിലാണ് ഇരു രാജ്യങ്ങളിലെയും ജനത. ഇസ്രായേലിനേക്കാൾ 10 ഇരട്ടി ജനസംഖ്യയുള്ള രാജ്യമാണ് ഇറാൻ. ഇറാന്റെ ജനസംഖ്യ 8,75,90,873 എന്നാൽ ഇസ്രായേലിന്റെ ജനസംഖ്യ 90,43,387 മാത്രമാണ്. നേരിട്ടുള്ള യുദ്ധം ഇരു രാജ്യങ്ങളിലുമുള്ള ആയിരക്കണക്കിന് ജീവൻ എടുക്കുകയും ചെയ്യും. പശ്ചിമേഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ സായുധ സേനകളിൽ ഒന്നാണ് ഇറാനിയൻ സായുധ സേന. 5,80,000 മുഴുവൻ സമയ സൈനികരും ഏകദേശം 2 ലക്ഷം പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരും ഇറാനിയൻ സായുധ സേനയുടെ ഭാഗമായിട്ടുണ്ട്. കരസേന, നാവികസേന, അർദ്ധ സൈനിക വിഭാഗങ്ങളിലായി 1,69,500 സജീവ സൈനികരാണ് ഇസ്രായേലിനുള്ളത്. 4,65,000 പേർ കൂടി അവരുടെ റിസർവ് സേനയിൽ അംഗങ്ങളാണ്. 8,000 പേർ അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ അംഗങ്ങളും. ഇസ്രായേലിന്റെ പ്രതിരോധ ബജറ്റ് $24 ബില്യൺ. അതേസമയം ഇറാന്റേത് $9.95 ബില്യൺ. ഇറാന് 551 യുദ്ധവിമാനങ്ങൾ ഉള്ളപ്പോൾ ഇസ്രായേലിന് 612 വിമാനങ്ങളുണ്ട്. ഒരു പ്രധാന കാര്യം ഇസ്രായേലിന്റെ വ്യോമസേനയിൽ F-15, F-16, F-35 പോലുള്ള ഏറ്റവും ആധുനിക യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്നു എന്നതാണ്. എന്നാൽ ഇറാന് അത്തരം ആധുനിക യുദ്ധവിമാനങ്ങളുടെ ശേഖരമില്ല. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ, ദി പാട്രിയറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് വ്യോമ പ്രതിരോധ സംവിധാനം. അതുകൊണ്ട് തന്നെ ഇറാന്റെ മിസൈൽ ആയുധ ശേഖരം ഇസ്രായേലുമായി താരതമ്യപ്പെടുത്താനാവാത്തതാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരങ്ങളിലൊന്ന് ഇറാനിലുണ്ട്. അതിൽ ക്രൂയിസ് മിസൈലുകളും ആന്റി ഷിപ്പ് മിസൈലുകളും 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നു. ഇസ്രായേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യത്തെയും ആക്രമിക്കാനുള്ള ശേഷിയും ദൂരപരിധിയും ഇവയ്ക്കുണ്ട്. ഇസ്രായേലിന് കരയിൽ ഉപയോഗിക്കാൻ ശേഷിയുള്ള 1370 ടാങ്കുകളുണ്ട്. ഇറാനിത് 1996 മാത്രമാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച മെർക്കാവ ടാങ്കുകൾ പോലുള്ള കൂടുതൽ നൂതന ടാങ്കുകൾ ജൂതരാഷ്ട്രത്തിന്റെ ആയുധപ്പുരയിലുണ്ട്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ മികച്ച നാവികസേനയാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളത്. ഇറാന്റെ കൈവശം 101 യുദ്ധക്കപ്പലുകൾ ഉള്ളപ്പോൾ ഇസ്രായേൽ സേനയുടെ കൈവശം അത് 61 എണ്ണം മാത്രമാണ്. ഇറാന്റെ പക്കൽ 19 സബ്മറൈൻ ഷിപ്പുകൾ ഉള്ളപ്പോൾ ഇസ്രായേലിന്റെ കൈവശമുള്ളത് 5 എണ്ണമാണ്. അതുകൊണ്ട് തന്നെ ആണവ ആയുധങ്ങൾ കയ്യിൽ വയ്ക്കുന്നതിനെ ചൊല്ലിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ ഏറ്റുമുട്ടൽ. 80 ആണവായുധങ്ങൾ ഇസ്രായേലിന്റെ പക്കലുണ്ടെന്നാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ യുദ്ധവിമാനത്തിൽ നിന്നും നിക്ഷേപിക്കാൻ പറ്റുന്ന 30 എണ്ണമുണ്ട്. ബാക്കി 50 ആയുധങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാകുന്നതാണ്. അതേസമയം ഇറാന്റെ ആണവശേഷിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. അതാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും അടക്കം ആശങ്കയിലാഴ്ത്തുന്നത്. അതേസമയം ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. തലസ്ഥാനമായ ടെഹ്റാനിലാണ് വ്യോമാക്രമണം ഉണ്ടായത്. ടെഹ്റാനെ കൂടാതെ കരാജും ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടിരുന്നു. തെക്കൻ ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിന് സമീപവും സ്ഫോടനമുണ്ടായി. പ്രത്യാക്രമണങ്ങൾ നേരിടാൻ ഇസ്രായേലിലെ പല നഗരങ്ങളിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ഒരു ആണവ കേന്ദ്രം കൂടി ആക്രമിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇസ്ഫഹാൻ ആണവ നിലയത്തിൽ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ അറിയിച്ചത്. ഇറാനിലെ പല മേഖലകളിലും ആക്രമണം നടക്കുന്നതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തുകയാണെന്ന് ഇസ്രായേൽ ആരോപിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിന്റെ ഉന്നതരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണങ്ങൾ നടന്നതിന് പിന്നാലെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഇറാൻ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്.